സോ എല്ലാവർക്കും എൻ്റെ ബ്രോസിനെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംശയം നമ്മളിന്ന് റിയാക്ട് ചെയ്യണം നമ്മുടെ ദുൽഖർ സൽമാൻ്റെ ഏറ്റവും പുതിയ ചിത്രം, അതായത് നമ്മുടെ മണിയല്ല സോറി, കാശിൻ്റെ പടം കണ്ടാണ് നമ്മളെ ലക്കി ഭാസ്കറിന് ശേഷം തെലുങ്കിൽ നിന്നാണോ, ഇത് ഏത് ഭാഷയിൽ നിന്നാണ് ഇറങ്ങണമെന്ന് എനിക്കറിയില്ല. ഇത് തമിഴ് ടീച്ചറാണ് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. ഏത് ഭാഷയാണെന്ന് നിങ്ങൾക്ക് അറിയെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇതിൻ്റെ കാന്ത എന്ന് പറഞ്ഞൊരു, എനിക്ക് തോന്നുന്നു ഇതും നമ്മുടെ ഒരു മണിയെന്ന് നമ്മളെ ലക്കി ഭാസ്കർ പോലെ തന്നെ ഒരു പൈസയുടെ മൂവിയാണെന്നാണ് തോന്നുന്നത്. ഏകദേശം പോസ്റ്ററൊക്കെ കണ്ടിട്ട് ഒരു റിച്ച് മാനായിട്ടാണ് ഈ ഒരു പോസ്റ്ററും കാര്യങ്ങളൊക്കെ നമ്മൾ ദുൽഖറിനെ അവതരിപ്പിച്ചേക്കുന്നത്. സോ എന്തായാലും അതിൻ്റെ ഒഫീഷ്യൽ ടീസർ പുറത്തു കൊണ്ടിട്ടാണ്. എന്തായാലും നമുക്ക് ആദ്യം ഇതിൻ്റെ ടീസർ ഒന്ന് റിയാക്ട് ചെയ്ത് നോക്കാം. ലെറ്റ്സ് ഗോ. മോഡേൺ സ്റ്റുഡിയോസ്. എന്നിട്ട് ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണല്ലോ. മോഡേൺ സ്റ്റുഡിയോസ് തയ്യാറിക്കവിருக்கும் திரைப்படம் சாந்தா தமிழ் சினிமாவின் முதல் பேய் படம். ദാറ്റ് മീൻസ് പഴയ പടം കേട്ടോ. சந்திரன் பெயிண்டிங்ல பேய் நீல பார்த்து பயப்படுறது ஐயா. அவனும் இருக்கான்ல, அவரு இருக்காரு. പഴയ കാലത്ത് സെറ്റൊക്കെ ഉണ്ടെന്ന് ആക്ച്വലി நான் உங்களை அங்கே கேட்கலாமா? നല്ല ടാസ്ക് പിടിച്ചിട്ട് പോകണം. நீங்களும் ஐயாவும் ஏன் பேசிக்காம இருக்கீங்க? கண்ண பெருசால் പണ്ടത്തെ ഒരു നിൽക്കറല്ലേ ഇത്? ഏത് പടം അത്? ഇതേ ലുക്കില് പണ്ടത്തെ நீ யாருன்றது அந்த உலகம் பார்க்க போகுது. நான் அவர் மேல வச்சிருந்த மரியாதை அளவுக்கு வேற யாராலையும் வைக்க முடியாது. எல்லாரும் சொல்லுவாங்க அவன் தான். இந்த படத்தோட கதாசிரியரா இயக்குனரா நான் சொல்றேன். கதாநாயகன் கதாநாயகி எல்லாமே நீதான். சாந்தா scene 60 shot 1 take 1. பாபு, அண்ணா எந்த சீன்ல ஆரம்பிக்க போறோம்? இன்னைக்கு நீங்களும் சந்திரனும் பெயிண்டிங் பேய் உருவத்தை பார்த்ததை பத்தி பேசிக்கிறீங்க. அது வேணாம் பாபு, ஏதாவது நல்ல சீன்ல ஆரம்பிப்போம். ஐயா ஷாட் ஓகேயா? ஷார்ட் ஓகே. சீன் சேஞ்ச். கட். என்ன நடிப்பு சக்கரவர்த்தி, ஆரம்பமே அமர்க்களமா இருக்கு. எல்லாமே உங்ககிட்ட இருந்து கத்துக்கிட்டது தான். அப்புறம் പ്രൊഡ്യൂസ് படம் பேரு சாந்தா இல்ல, காந்தா. ഇത് റിച്ച് മൂവി അല്ല. ஆடியன்ஸுக்கும் பிடிக்கும். ആക്ച്വലി നമ്മളെ ലക്കി ഭാസ്കറിന് ശേഷം നമ്മളെ ലക്കി ഭാസ്കറിന് ശേഷമാണ് ഈ ഒരു പടത്തിന്റെ ഇത് കാര്യങ്ങളൊക്കെ വന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇതിന്റെ പോസ്റ്ററൊക്കെ കണ്ടപ്പോൾ ലക്കി ഭാസ്കർ പോലെ പിന്നെയും ഒരു കംപ്ലീറ്റ് ആയിട്ടൊരു ആ ഒരു ട്രേഡ് അങ്ങനത്തെ ഒരു കാശ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു മൂവിയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇത് സപ്പോസ് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. സംഭവം വ്യത്യാസമെന്നാ വർഷങ്ങൾ വ്യത്യാസമുണ്ട്. അതായത് പണ്ട് ഒരു ഈഗോ, പ്രൊഡ്യൂസറും ആക്ടറും തമ്മിലുള്ള ഈഗോ, അതെന്താണെന്ന് നമുക്കിനി പടം കണ്ടിട്ട് തീരുമാനിക്കാം. 12/9, അതായത് അടുത്ത മാസം 12-ാം തീയതി, 2 ആഴ്ചയുടെ സമയമുള്ളൂ. സോ ഈ ഒരു സിനിമേൻ്റെ എനിക്ക് ടീസറാണെന്ന് തോന്നുന്നു. 2 ആഴ്ചയല്ലേ? 9, ഇതിപ്പോൾ ജൂലൈ 8, സോറി, അടുത്ത മാസം, അതായത് ഓഗസ്റ്റ് അല്ല, സെപ്റ്റംബർ അല്ലേ? ഒക്ടോബർ നവംബർ ഡിസംബർ 3 മാസം. ഓക്കെ, സെപ്റ്റംബർ 9-ാം തീയതിയാണ് ഈ പടത്തിൻ്റെ റിലീസ്. എനിക്ക് തോന്നുന്നു ഇത് വെയ്ഫേഴ്സ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ദുൽഖർ സൽമാൻ്റെ പ്രൊഡക്ഷൻ കമ്പനി. എനിക്ക് തോന്നുന്നത് ഇത് തമിഴ് ചിത്രമാണോ, തമിഴ് സിനിമയാണോ, എനിക്കറിയില്ല കേട്ടോ. എന്തായാലും അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട്. സോ എന്തായാലും ടീസറിനെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. മിക്കവാറും ഇതിൽ നമുക്ക് ദുൽഖറിൻ്റെ ഒരു ഇജാതി പെർഫോമൻസ് കാണാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ടീസർ കണ്ടിട്ട്. കാരണം ഒരു സിനിമയ്ക്കകത്ത് പുള്ളി അഭിനയിക്കുകയാണ്. സോ ലെറ്റ്സ് സി. പണ്ടത്തെ ആ ഒരു വിഷ്വൽ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അതിങ്ങനെ അവർ അഡാപ്റ്റ് ചെയ്തെടുക്കുമെന്ന് അറിഞ്ഞുകൂടാ. അതൊക്കെ പല സിനിമകളിലും ഫെയിലായിട്ടുണ്ട്. പക്ഷേ ഇതിൽ എനിക്ക് തോന്നുന്നു നല്ലൊരു രീതിയിൽ വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ എന്തായാലും ടീസർ വാസ് നൈസ്, ഗുഡ്, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും അഭിനയവും കാര്യങ്ങളും നൈസായിരുന്നു. പ്രത്യേകിച്ച് അങ്ങനെ ഓവറായിട്ടൊന്നും തോന്നില്ല. നല്ല നൈസ് ഒരു ടീച്ചർ. സോ എന്തായാലും നിങ്ങൾക്ക് ഈ ടീച്ചറിനെ പറ്റിയുള്ള അഭിപ്രായം തീർച്ചയായിട്ടും നടന്ന് കമൻറ്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെയർ ചെയ്തിരിക്കുക. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.